ശ്രീ മോഹൻ വർഗീസ് ആരാകും മുഖ്യമന്ത്രി എന്നതുപോലെ തന്നെ ആരാകും പ്രതിപക്ഷ നേതാവ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇന്ന് ബഹുഭൂരിപക്ഷം പേരും എല്ലാവരും തന്നെ പിണറായി വിജയൻ പ്രതിപക്ഷ നേതാവാകണം, നേതൃപദവിയിൽ എത്തണമെന്ന് അഭിപ്രായപ്പെട്ടതായാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്നാൽ ഘടകകക്ഷികൾക്കടക്കം ഒരു ജനറേഷൻ ചേഞ്ച് വേണം എന്ന ആഗ്രഹമുണ്ട്. CPM പിണറായിയെ തന്നെ മുൻനിർത്തി തോൽവിയിൽ പിന്തിരിഞ്ഞ് നടക്കുന്നവനല്ല നായകൻ, എങ്ങനെ മുഖ്യമന്ത്രിയായിരുന്നോ അതുപോലെ പ്രതിപക്ഷത്തെ നയിക്കണം, നിലവിലെ ഭരണപക്ഷത്തെ അക്കൗണ്ടബിൾ ആക്കാൻ നേതൃത്വം നൽകണമെന്ന് പാർട്ടി പറഞ്ഞാൽ പിണറായി വിജയൻ അത് ഏറ്റെടുക്കാനാണോ സാധ്യത? എന്ത് തോന്നുന്നു താങ്കൾക്ക്? പാർട്ടിയുടെ പുറത്തുനിന്ന് ഇത് കാണുന്ന ഒരാളെന്ന നിലയിൽ കാണാൻ സാധിക്കുന്നത് ഒന്ന്, ശ്രീ പിണറായി വിജയന്റെ പ്രായമാണ്. ഒരു പ്രതിപക്ഷ നേതാവായി ഒരു മുന്നണിയെ LDF നയിക്കാൻ തക്ക ഒരു ചടുലത ഒരു പക്ഷേ പിണറായിയിൽ അവശേഷിക്കുന്നുണ്ടോ എന്നതൊരു കാര്യം. അത് അർഹതയുടെ വിഷയമൊന്നുമല്ല, അത് പ്രായത്തിൻ്റെ വിഷയമാണ്. മുഖ്യമന്ത്രി എന്നത് ഒരു ഡയമെൻഷനാണ്, പക്ഷേ പ്രതിപക്ഷ നേതാവിന് കൂടുതൽ ചടുലത വേണം എന്ന ഒരു പൊതു ചിന്ത ഉണ്ടാവണം. അതുകൊണ്ട് മറ്റൊരാൾ ഒരു കാലഘട്ടം, ഒരു തലമുറ മാറ്റത്തിനുള്ള ഒരു അന്തരീക്ഷം സംജാതമായിരിക്കെ അത് ജൈവികമായി തന്നെ അത് കൊണ്ടുവരാനുള്ള ഒരു ഇച്ഛാശക്തി പാർട്ടി ആത്യന്തികമായി കാട്ടും. പക്ഷേ ഇപ്പോൾ ഭരണം നഷ്ടപ്പെട്ടപ്പോൾ ഉടൻ തന്നെ ഒരു നേതൃമാറ്റം ഉണ്ടാകണം, പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് മറ്റൊരാൾ വേണം എന്ന് പറയാതിരിക്കാനുള്ള മാന്യത CPM സെക്രട്ടറി ഞങ്ങൾ കാണിച്ചു എന്നതുകൊണ്ടാണ് ശ്രീ പിണറായി വിജയൻ തന്നെ തുടരട്ടെ എന്ന ഒരു ചിന്തയിൽ അത് പിരിഞ്ഞത്. ഇതൊരു അർത്ഥോക്തിയിൽ നിർത്തിയിരിക്കുകയാണ്, ഇത് ഫൈനൽ തീരുമാനമല്ല. അതുകൊണ്ട് ഈ ഒരു ഹയറാർക്കി CPM ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം ഉള്ള ഡെമോക്രാറ്റിക് സെൻട്രലിസം എന്ന ഒരു പ്രിൻസിപ്പിളിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്ന പാർട്ടിയാണല്ലോ CPM. ഏത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും അങ്ങനെ തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ ഏറ്റവും വലിയ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളാരും സമശീർഷരായ ആരും തന്നെ ഇല്ല. ശ്രീ പിണറായി വിജയനെ ബദലായി കണ്ടെത്താൻ കഴിയുന്ന ഒരു മുഖമുണ്ടായിരുന്നു പോളിറ്റ് ബ്യൂറോ അല്ല കേന്ദ്ര കമ്മിറ്റി അംഗം ശൈലജ ടീച്ചർ. അപ്പോൾ ശൈലജ ടീച്ചർ പേരാവൂരിൽ മത്സരിച്ച് പരാജയപ്പെട്ടു. അപ്പോൾ പിന്നെ വലിയ സീനിയോറിറ്റി ഉള്ള ഒരു തലയെടുപ്പുള്ള അല്ലെങ്കിൽ പൊതുസ്വീകാര്യത ഉണ്ടെന്ന് കരുതാവുന്ന ആരും തന്നെ ആ രീതിയിൽ സ്വാഭാവിക ചോയ്സ് ആയിട്ടില്ല. പിന്നെയുള്ള ചോയ്സ് ആയിട്ട് വരാനുള്ളത് ഈ കേന്ദ്ര കമ്മിറ്റി അംഗം, സെക്രട്ടേറിയറ്റിലെ അംഗവും കേന്ദ്ര കമ്മിറ്റിയിലെ അംഗവുമായ ബാലഗോപാൽ മാത്രമാണ് ആ ഒരു രീതിയിൽ പിന്നീട് വരാൻ സാധ്യതയുള്ളത്. ഇപ്പോൾ P. രാജീവ് MLA അല്ല. അപ്പോൾ അതുപോലെ മറ്റ് പലരും MLA സ്ഥാനത്ത് എത്താവുന്ന ആളുകൾ MLA സ്ഥാനത്ത് എത്തിയിട്ടില്ല. സജി ചെറിയാൻ MLA ആയിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. അപ്പോൾ അതിനിടയിൽ നിന്നുമുണ്ട്. അതുകൊണ്ട് ഇവിടെ ആരാകുമെന്നതല്ല വിഷയം, മറിച്ച് പിണറായി യുഗത്തിന് അന്ത്യമായോ എന്നതാണ്. അത് പാർട്ടി അതേക്കുറിച്ച് ഒരു സ്ഥിരീകരണം നൽകുന്നതിന് തുല്യമാവും പ്രതിപക്ഷ നേതൃസ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് ഈസ് ഔട്ട് ചെയ്യുക. അങ്ങനെയെങ്കിൽ ഒരു BJPയിലൊക്കെ ഉണ്ടല്ലോ ഈ മാർഗനിർദ്ദേശ മണ്ഡൽ, അതുപോലെയുള്ള സംവിധാനം ഒന്നും CPM ഇല്ലാത്തത് കൊണ്ട് എങ്ങനെയാണ് പിണറായി വിജയന്റെ സേവനം തുടർന്നും പാർട്ടിക്ക് MLA എന്നുള്ള നിലയിൽ മാത്രം ഉദ്ദേശിച്ചാൽ മതിയോ, അതോ ഭരണപരിഷ്കാര കമ്മീഷന്റെ തലപ്പത്തേക്ക് ശ്രീ പിണറായി വിജയനെ കൊണ്ടുവരാനുള്ള സാഹസം എന്ന് പറയാനാവില്ലല്ലോ. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദനെ ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാനായിട്ട്, ഇത് ഭരണം ഇല്ലാത്തതുകൊണ്ട് പരിഷ്കാരം വേണ്ടല്ലോ, അപ്പോൾ UDF അല്ലേ ഭരണം നടത്തുന്നത്, അപ്പോൾ ആ ഒരു സ്കോപ്പും ഇല്ലാതായിരിക്കുന്നു. അവിടെയാണ് CPM സംബന്ധിച്ചിടത്തോളം നല്ലൊരു അവസരം, വീട് കിട്ടിയ ഒന്നാം തരം അവസരം, ആത്മപരിശോധന നടത്താൻ, തിരുത്തലുകൾ വേണമെങ്കിൽ തിരുത്താൻ. അതുകൊണ്ട് പല സ്വരങ്ങൾ ഉയരും. സെക്രട്ടറിയിൽ കേട്ട സ്വരം നല്ലതാണ്, കാരണം പറയാനുള്ളത് പറയട്ടെ, നിർഭയം പറയട്ടെ. പാർട്ടി സെക്രട്ടറി പറയുകയാണ് നിർഭയം പറയട്ടെ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒരു ഒളിയമ്പുണ്ട്. അതിനകത്ത് ഒളിയമ്പ് മാത്രമല്ല, ഒരു യാഥാർത്ഥ്യബോധമുണ്ട്. ഒരു ചെറിയ ഭയമുണ്ടായിരുന്നു പിണറായി കാലഘട്ടത്തിൽ, ചെറിയ സങ്കോചമുണ്ടായിരുന്നു. ഇനി തുറന്ന സംസാരങ്ങൾ ഉണ്ടാവട്ടെ, യഥാർത്ഥ തിരുത്തലുകൾ ഉണ്ടാകട്ടെ, താഴെത്തട്ടിൽ മുതൽ വിമർശനങ്ങൾ ഉണ്ടാകട്ടെ. നല്ല കാര്യമാണത്.